നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഒളിമ്പ്യാഡിന്റെ 4 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോഴും തോൽവി അറിയാതെ ഇന്ത്യൻ ടീം 1ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. 4ാം റൗണ്ടിലും ഒരുപാട് മികച്ച ഗെയിമുകളുണ്ടായിരുന്നു. അതിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിൽ നടന്ന ഒരു ഗെയിം നോക്കാം. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് മാസ്റ്റർ ടെമറും ന്യൂസിലൻഡിന്റെ ഫിഡെ മാസ്റ്റർ സൈ ഫെലിക്സും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ ഫെലിക്സ് വൈറ്റ് സൈഡും ടെമർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് 4 നൈറ്റ്സ് ഗെയിമാണ്. ഇവിടെ വൈറ്റ് ആദ്യം C3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് A4 മൂവ് ചെയ്ത ശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. അടുത്തായി ബ്ലാക്ക് H6 മൂവ് ചെയ്തുകൊണ്ട് G5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ A2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ സൈഡിലുള്ള നൈറ്റിനെ സെന്ററിലേക്ക് തിരിച്ചുകൊണ്ടിരാണ്. നൈറ്റിനെ C6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. C3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് H3 സ്കോറിലേക്ക് 2 പീസ് ലഭിച്ച് കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം B4 മൂവ് ചെയ്തുകൊണ്ട് C5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അതും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. ബ്ലാക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റും ഇപ്പോൾ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തില്ല. പകരം B5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതുവരെ രണ്ടുപേർക്കും യാതൊരു പ്രശ്നങ്ങളുമില്ല. രണ്ടുപേരും തുല്യമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ബ്ലാക്കിന്റെ ഭാഗത്തുനിന്നും ഒരു മിസ്റ്റേക്ക് വരെയാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് നൈറ്റിനെ A5ലേക്ക് മൂവ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ A5ലേക്ക് മൂവ് ചെയ്യുന്നില്ല. പകരം D8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതൊരു മിസ്റ്റേക്കാണ്. കാരണം ഈ മൂവോടെ ബ്ലാക്കിന്റെ A8ലെ റൂക്ക് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് ഇവിടെ വളരെ മികച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ D5ലെ നൈറ്റിനെ E7ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. ബ്ലാക്ക് അപ്പോൾ കിമിനെ വെച്ച് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നൈറ്റ് ഉപയോഗിച്ച് G6ലെ പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കിന് ചെക്ക് കൊടുക്കുക. അല്ലാതെ അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ 2 നൈറ്റുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഈ A8ലെ റൂക്ക് ബ്ലോക്ക് ആകാതിരുന്നെങ്കിൽ ആ റൂക്കിനെ കൂടെ E8ലേക്ക് കൊണ്ടുവന്ന് ആ E7 സ്കോർ കൺട്രോൾ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഈ ആക്റ്റീവായിട്ടുള്ള ഈ റൂക്കിനെയോ ഈ ബിഷപ്പിനെയോ ഉപയോഗിച്ച് ആ സ്കോർ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥയാണ്. ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് വെച്ചാണ് ആ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബിഷപ്പിനെ F6ലേക്ക് കൊണ്ടുവന്ന് E7 സ്കോർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം H4ലെ നൈറ്റിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ വെച്ച് തിരിച്ചു വിട്ടാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈ അറ്റാക്കുള്ള നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. പോൺ വെച്ച് F5ലെ പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ മൂവ് വളരെ സ്ട്രോങ് ആണ്. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. അല്ലാതെ ആദ്യം ബിഷപ്പ് വെച്ച് ഈ D5ല് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ഈ പോൺ വെച്ച് G6ലെ പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് വരും. ഇനിയും പല പല പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള പൊസിഷനാണിത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നില്ല. ആദ്യം ഈ അപകടമായിട്ടുള്ള പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇതോടെ വീണ്ടും വൈറ്റിന് നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോഴും ആ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല. മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ G6 സ്ക്വയറിലേക്ക് വൈറ്റിന് 2 പീസ് വെച്ച് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഇനി എപ്പോൾ വേണമെങ്കിലും നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു ചെക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം തന്നെ കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാണ്. കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് D3 മൂവ് കൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിഷപ്പിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് പോണ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് G3 മൂവ് കൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ F7ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നൈറ്റ് F7ലേക്ക് മൂവ് ചെയ്തതോടെ B7ലെ പോണ് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. വൈറ്റ് ലൈറ്റ് സ്കോർ ബിഷപ്പിനെ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് ആ പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു.
ബ്ലാക്കിനെ C6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മെൻറ്റിനുള്ള സാധ്യത കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് E5 പോണിനെ എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ 2 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീന് H6 ഉണ്ടായിരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. ആ സ്ക്വയറിലേക്ക് വൈറ്റിന് ബിഷപ്പ് വെച്ച് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ക്വീൻ വെച്ച് H6 പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഈ ഡയഗണൽ ബിഷപ്പിൻ്റെ കൺട്രോളിലായത് കാരണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഒരു സ്ക്വയറിലേക്കേ മാറാൻ കഴിയുള്ളൂ. H8 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് G6 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ G5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. റൂക്കിനെ E7 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. ഇത്തവണ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തതോടെ അടുത്ത 3 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത് ഏകദേശം നമ്മൾ നേരത്തെ കണ്ട മൂവുകൾ തന്നെയാണ്. ആദ്യം ക്വീനെ G6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് H8 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ H8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീന് വെച്ച് H6 പോണിനെ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാൻ കഴിയില്ല. നൈറ്റ് വെച്ചോ ക്വീന് വെച്ചോ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ബ്ലാക്ക് ഇവിടെ ക്വീന് വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ക്വീനെ H7 കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നൈറ്റിനെ G6 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റ് ഗെയിം വിജയിക്കുകയായിരുന്നു. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ പൊസിഷനിലെ വൈറ്റിൻ്റെ ഈ 2 റൂക്ക് സാക്രിഫൈസറാണ് ഗെയിമിൻ്റെ പ്രധാന പ്രത്യേകത. പിന്നെ ഒരു ഫിഡെ മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിച്ചു എന്ന പ്രത്യേകതയും ഈ ഗെയിമിനുണ്ട്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.